എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഫൈനലി വീക്കെൻഡ് ആയല്ലേ. ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് വൈകുന്നേരം ആവും. അതുകൊണ്ടാണ് എന്താണ് ചിന്തിച്ചിരുന്നത് ദിവസം മുഴുവൻ, നേരത്തെ കഴിഞ്ഞ കാര്യമായിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഇത് ഒരു നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. തുടങ്ങട്ടെ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത്, അവരുടെ ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ ദിവസം മുഴുവൻ അവരെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്ന് പറഞ്ഞു തരൂ. എടുക്കട്ടെ. എംപറർ, വീൽ ഓഫ് ഫോർച്യൂൺ, ഡെത്ത്, Ace of Wands, Ten of Pentacles, High Priestess, okay, Seven of Cups, Page of Swords, Queen of Cups, Nine of Wands, Sun, Three of Cups, bottom of the deck on Four of Wands, very good. Okay, അപ്പോൾ ഇന്നത്തെ തോട്ട്സിൽ അവർ ആദ്യം തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ പോസിറ്റിവിറ്റിയുമായിട്ട് വന്നൊരു പേഴ്സണാണ് എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സിറ്റുവേഷൻ തടസ്സങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആവാം, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള ഡിഫറൻസസ് ആവാം, ഏജ് ഡിഫറൻസ് ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അവരതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്ത് തടസ്സം തന്നെ ആയാലും അതെല്ലാം മാറി വരും, സമയം മാറുന്നതിനനുസരിച്ച് ആ തടസ്സങ്ങളും മാറി വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഈ സിറ്റുവേഷൻ എല്ലാം തരണം ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് വോൺസ് വെച്ചൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് തീർച്ചയായിട്ടും ഡെത്തും ഏസ് ഓഫ് വോൺസ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഒരു പുതിയ ബിഗിനിങ് തന്നെയാണ് അവരവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നു കേട്ടോ. ക്ലാരിഫൈ ടെൻ ഓഫ് പെന്റക്കിൾസ്, ക്ലാരിഫൈ ടെൻ ഓഫ് പെന്റക്കിൾസ്. എയ്റ്റ് ഓഫ് സോർഡ്സ്, അവരുടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. അതൊരു തടസ്സമായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസിൽ ഫാമിലി പെടും അല്ലേ. ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്നൊരു പക്ഷേ അമ്പലം, പള്ളി അവിടെയൊക്കെ സന്ദർശിച്ച് കാണാം. സൺഡേ ആണ്, പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് വരണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. സെവൻ ഓഫ് കപ്സ് വെച്ച് ഒരുപാട് ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിൽ അവർ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അതായത് കണ്ണ് തുറന്ന് വെച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പേജ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് തരുന്നതിനെ പറ്റിയിട്ട് ഒരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നിങ്ങളെ വന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഒരുപാട് ഇമോഷൻസോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നയൻ ഓഫ് വോൺസ് വെച്ച് തടസ്സങ്ങളെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ആയിരിക്കും ഇവർ ഇമോഷണൽ ആവുന്നത്. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്നൊരു പേഴ്സണാണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർക്ക് ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ത്രീ ഓഫ് കപ്സ് വെച്ച് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലായാലും നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരു റീയൂണിയൻ പോലെ നിങ്ങൾക്ക് കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കാണാൻ സാധിക്കുമെന്ന് തന്നെ അവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫോർ ഓഫ് വോൺസ് വെച്ച് എന്തോ ഒരു ഇവൻറ്റ് സംബന്ധമായിട്ട് ഒരു മീറ്റിംഗ് ആവട്ടെ, ഒരു കല്യാണമാവട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ഗ്യാതറിങ്, ഈവൻ മാർക്കറ്റിൽ വെച്ചിട്ടായിരിക്കാം, റോഡിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടതായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടു കാണും, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കാണാനുള്ള സാഹചര്യം, ഒരു ഗ്യാതറിങ് ഉണ്ട്, അവിടെ നിങ്ങൾ തമ്മിൽ കാണാൻ സാധിക്കും എന്ന്, സംസാരിക്കാൻ എനിക്കറിയില്ല, കാണാൻ സാധിക്കുമെന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ.
Divine, give me some more cards. Give me some more cards. Give me some more cards. 6 of Cups, King of Pentacles, Moon, okay, Fool, Empress, okay, Lovers വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഓക്കെ, അവിടെ 6 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ തമ്മിൽ കുറേ കാലമായിട്ട് അറിയാം. പുതിയ ഇന്നും ഇന്നലെയും കണ്ട റിലേഷനൊന്നും അല്ല നിങ്ങളുടെ. നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് തന്നെ കണക്ഷനിലാണ്. നിങ്ങൾ തമ്മിൽ മെമ്മറീസ് ഉണ്ട്, ഓർമ്മകളുണ്ട് നിങ്ങളുടെ ഇടയിൽ. അവരതൊക്കെ നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ച കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ആയിരിക്കാം, അതൊക്കെ അവർ ഓർക്കുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ചും സൈമൾട്ടേനെ കൂടെ തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. മൂൺ വെച്ചിട്ട് വല്ലാതെ സങ്കടമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, മിസ്സിങ് എനർജി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ സെപ്പറേഷൻ തുടർന്ന് പോയാൽ നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയവും അവരെ അലട്ടുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഫൂള് വെച്ചിട്ട് എല്ലാ റിസ്ക് ഫാക്ടേഴ്സും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ റിലേഷനിൽ വന്നത്. എന്ത് തന്നെ ആയാലും ഇനി മുന്നോട്ട് തന്നെ എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എംപ്രസ് വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ്. അവിടെ എനർജി എടുത്താൽ മതി, ജെൻഡർ അവിടെ നോക്കണ്ട, സ്ത്രീ പുരുഷ വ്യത്യാസം അവിടെ നോക്കണ്ട, എനർജി മാത്രം കൺസിഡർ ചെയ്യുക. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ്, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് അറിയാലോ, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ടായിരുന്നു, അവർ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് അവർ ആലോചിച്ചത്. ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെ കാണണമെന്ന് വളരെ തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് കപ്സ്, വീണ്ടും സ്നേഹം, മനസ്സ് നിറഞ്ഞു കവിഞ്ഞു തുളുമ്പുന്ന അത്രയും സ്നേഹം തോടെ തന്നെയാണ് അവർ നിങ്ങളെ ആലോചിച്ചത് എന്ന് കാണുന്നു. 9 ഓഫ് കപ്സ്, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നും അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ആ തടസ്സത്തിനെ കുറിച്ചും ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 10 ഓഫ് കപ്സ്, വളരെ എന്താ പറയുക, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. തടസ്സങ്ങൾ എന്ത് തന്നെ ആവട്ടെ അതൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് വരണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ച് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം എടുത്ത് ചാടി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ചിന്തയും അവർക്ക് ഉണ്ടായിരുന്നു. കിങ് ഓഫ് വാൻസ്, നിങ്ങളെ പ്രതി ഒരു ഹൈലി അട്രാക്റ്റഡ് ആണ്, വളരെ സ്നേഹത്തോടെയും അട്രാക്ഷനോടുകൂടിയും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നു. ലാസ്റ്റ് കാർഡ് കേട്ടോ, ഒരേ ഒരു കാർഡ് ഇവിടെ എടുത്തിട്ട് നിർത്താം. ഹെർമിറ്റ്, വളരെ വിഷമമായിരുന്നു, ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുകയായിരുന്നു. മിസ്സിങ് എനർജി വളരെ കൂടുതലായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം മുഴുവൻ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, ദയവായി കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, വേറെ എന്താണ്, അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.